വസ്തുവിന് ഈ ലോകത്ത് പ്രധാനപ്പെട്ടത് തങ്ങളുടെ നിലനിൽപ്പാണ്. ഇത് വസ്തുവിൽ നിന്നും ജീവിവർഗം ആകുമ്പോൾ പല രീതിയിലും മാറുന്നു. ജീവികളുടെ അവയവങ്ങൾ പ്രധാനമാകാം, വാസസ്ഥലം പ്രധാനമാകാം, അപകടത്തിൽപ്പെടാതെ ജീവിക്കുക പ്രധാനമാകാം, ഭക്ഷണം എന്നിങ്ങനെ പലതും പല സാഹചര്യങ്ങളിലും പലതിനും തീവ്രത കൂടാം കുറയാം, സ്ഥിരമായി നിലനിൽക്കുകയും ചെയ്യാം. മനുഷ്യൻ പോലുള്ള ജീവികൾ കൂട്ടമായാണ് ജീവിക്കുന്നത് എങ്കിൽ അവയുടെ കൂട്ടം പ്രധാനമാകാം. അതിന് പ്രശ്നങ്ങൾ വരുമ്പോൾ തനിക്ക് ഉള്ള പ്രശ്നം പോലെ പ്രതികരിക്കും. തങ്ങളുടെ കുട്ടികൾക്ക് വാസസ്ഥലം എന്നിങ്ങനെ പലതിനും പ്രശ്നം വരുമ്പോൾ സ്വന്തം പ്രശ്നമെന്നോണം പ്രതികരിക്കും. മനുഷ്യനിൽ പ്രധാനപ്പെട്ടത് എന്തെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. കാരണം സങ്കീർണത കൂടിയതും വ്യത്യസ്ത സാഹചര്യങ്ങൾ നിലകൊള്ളുകയും ചെയ്യുമ്പോൾ സ്വയം പ്രധാനമായി കരുതുന്നത് എന്താണെന്ന് മറ്റുള്ളവർക്ക് പ്രവചിക്കാൻ കഴിയില്ല. നാം എല്ലാം പ്രവർത്തിക്കുന്നത് സന്തോഷകരവും സമാധാനപരവുമായ ജീവിതത്തിനാണ്. സന്തോഷവും സമാധാനവും നൽകുന്നതല്ലേ യുക്തിപരമായി ശരിയും നല്ലതും യാഥാർത്ഥ്യവും. ഒരു വിദ്യാർത്ഥിക്ക് വിദ്യയാണ് പ്രധാനം. ഏറ്റവും നല്ല രീതിയിൽ വിദ്യ അഭ്യസിക്കാനും അതിനുള്ള വഴിയുമായിരിക്കണം വിദ്യാർത്ഥി തിരയേണ്ടത്. എന്നാൽ സാമ്പത്തികമായും യാത്രാ സൗകര്യം, താമസം, കൂട്ടുകാരുമായുള്ള ബന്ധം എന്നിങ്ങനെയുള്ള പലതിലൂടെ പ്രധാനമായത് പലതായി മാറി മറിയാം. ഇത് തന്നെ എല്ലാവർക്കും ബാധകമാവുന്നു. അവർക്ക് എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു, എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നു വ്യത്യസ്തമായിരിക്കും. നമുക്ക് ലഭിക്കുന്ന അറിവിനാലും ശാരീരിക കാര്യക്ഷമത എന്നിങ്ങനെ പലതിനാലും പല തീരുമാനങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകാം. പണ്ടുകാലത്തെ അപേക്ഷിച്ച് ഇന്നത്തെ സമൂഹത്തിലെ മനുഷ്യർ കൂടുതലും സങ്കീർണമാണ്. അവരുടെ ആഗ്രഹം, ആവശ്യം എന്നിവയെല്ലാം സങ്കീർണമായിരിക്കുന്നു.